യെസ് ഗായ്സ്, ഇപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് ഏകദേശം 5 ദിവസമാവുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹം മനസ്സിലുണ്ട്, ഒന്ന് കാശ്മീർ വരെ പോകണം, ഒന്ന് ലേ ലഡാക്ക് ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ ഇതതിന് പറ്റിയ ടൈമാണെന്ന് ഞാൻ കരുതുന്നു. 29-ാം തീയതി ഞാൻ ഇവിടുന്ന് ലേയിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി 29-നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 29-ാം തീയതിയാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ട്രിപ്പ് ഞാൻ ബുക്ക് ചെയ്യുന്നത് റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ഏജൻസിയുടെ പേര് എൻ്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്. ഇൻ്റർനാഷണൽ യൂത്ത് ക്ലബ് എന്നാണ് ഏജൻസിയുടെ പേര്. യെസ്, മൈ ട്രിപ്പ് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. ഒരു പേഴ്സണൽ ഹെൽമെറ്റ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരു പേഴ്സണൽ ഹെൽമെറ്റ് ഞാൻ വാങ്ങിച്ചു. അവർ റൈഡിങ് ഗിയേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ബട്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ ഹെൽമെറ്റ് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. സോ വിഷ് മീ ലക്ക് ഗൈസ്. എൻ്റെ ലഡാക്ക് ട്രിപ്പിന് വേണ്ടി ഞാൻ കൊട്ടാരക്കര ഹെൽമെറ്റ് പോയിന്റ് നിന്ന് വാങ്ങിച്ച എൻ്റെ പുതിയ ആർമർ സ്റ്റഡ്സ് ഹീലിയോസ് സർക്യൂട്ട് 3000 റുപ്പീസിൻ്റെ ഹെൽമെറ്റാണ്. 3300. ഇതിന് ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം ഇത് ആൻറ്റി ഫോഗ് വൈസർ വരുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ. അതിൻ്റെ പാഡിങ് വളരെ നല്ല പാഡിങ്ങാണ്. ഇതിൻ്റെ ഒരു റൈവൽ ഒരു ബ്രാൻഡോട് ഉണ്ടായിരുന്നു, സ്റ്റീൽ ബേഡിൻ്റെ ബ്ലാക്ക്. അതും നൈസ് ഫിറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇതോടെ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ട് തോന്നി. സെയിം സൈസ്, സെയിം വെയിറ്റ്, സെയിം ഓൾമോസ്റ്റ് സെയിം എല്ലാം അതിനും. എൻ്റെ വൈസർ സെപ്പറേറ്റ് നമ്മൾ വെക്കണം ആൻറ്റി ഫോഗിൻ്റെ. ബട്ട് അതുകൂടെ വെച്ച് വരുമ്പോഴും ഇത് സെയിം റേറ്റ് ആവുന്നുള്ളൂ. അത് കുറച്ചുകൂടെ എന്താ പെരിഫറൽ വിഷൻ അതിൻ്റെ കുറച്ചുകൂടെ കൂടുതലാണ്. അതിൻ്റെ ഷേപ്പ് എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത്. ഈ അകത്തുള്ള സാധനം ആൻറ്റി ഫോഗ്. മാമൻ്റെ അത് വെച്ചോണ്ട് പോകും.